സുൽത്താൻ ബത്തേരി കോളിയാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഷോപ്പും കോളിയാടി തന്നെയാണ്. ഷോപ്പിൽ നിന്ന് ഒരു 400 മീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോള് +2 ഒക്കെ കഴിഞ്ഞപ്പം അവളെ കല്യാണം കഴിച്ചു. ഈ ഫൗസ്റ്റാത്തനായിട്ട് ബന്ധപ്പെട്ടത് അവരോട് ഫൗസ്റ്റാത്തനെ കാണുന്ന സമയത്ത് അവർ ബത്തേരി ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ കാലയളവിലാണ് ഈ ഫൗസ്റ്റാത്തയ്ക്ക് ക്യാൻസർ രോഗം വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു. അതിന് മരുന്നുകൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ അയൽക്കൂട്ടം നമ്മൾ രൂപീകരിച്ചത്. അയൽക്കൂട്ടം രൂപീകരിച്ച് പ്രതീക്ഷ എന്ന പേര് അയൽക്കൂട്ടം രൂപീകരിച്ച് 10 പേരെ പുറത്ത് നിൽക്കൊണ്ട് അയൽക്കൂട്ടം രൂപീകരിക്കുകയും അതിനോട് ചേർന്ന് നമ്മുടെ ശ്രേയസിൻ്റെ മുഴുവൻ സപ്പോർട്ടും, അതായത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പശ്ചാത്തലത്തിൽ അവരെ നന്നായിട്ട് വിവിധ ക്ലാസ്സുകളിലൂടെ അവർ നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രോഗം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നന്നായിട്ട് ഒരുങ്ങി വരുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മരുന്നും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടും കൂടി കഴിഞ്ഞപ്പോൾ രോഗം ഭേദമായതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഒരു പാലിയേറ്റീവ് ലീഡേഴ്സ് ആയി അവർ മാറി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ഒരു സ്വീകരണമൊക്കെ ലഭിച്ചു. നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് അവർ പറഞ്ഞു വിടുകയും ഡൽഹിയിൽ നിന്ന് ഒരു സ്വീകരണം ലഭിക്കുകയും അങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് അവർക്ക് ഒരു ഷോപ്പ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ലോണുകൾ സ്ലേസ് നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂണിറ്റിന് ലോൺ കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ലോൺ കൊടുത്ത് അവർ ചെറിയൊരു കട തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവർ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയൊരു കട തുടങ്ങി. വളരെ നന്നായിട്ട് തന്നെ അവർ മാനസികമായി ഒരുങ്ങി ഈ സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഏതൊരു നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു ടീമായിട്ട് ഇപ്പോൾ ഫൗസ്റ്റാത്ത മുമ്പോട്ട് നിൽക്കുന്നു. എനിക്ക് 2 മക്കളാണ്. പിന്നെ ഭർത്താവും ഞാനും ഡൈവോഴ്സാണ്. മൂത്ത മോള് കല്യാണം കഴിച്ചിട്ടു. ഇളയ മോള് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞു. അതോടൊപ്പം സിവിൽ സർവീസിൻ്റെ കോഴ്സും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അവളൊരു IT കമ്പനിയിൽ HR-ആയിട്ട് അസിസ്റ്റൻ്റ് HR-ആയിട്ട് കയറിയിട്ടുണ്ട്. 1 മാസമായിട്ട്. ചേച്ചിനെ സഹായിച്ചത് ഈ ഒരു യാത്രയിൽ? ഞങ്ങൾ ശ്രേയസിൽ ആദ്യം തന്നെ ഞങ്ങൾ അയൽക്കൂട്ടം കൂടി ചെറിയ ലോണുകൾ എടുക്കുകയായിരുന്നു. അപ്പോൾ മക്കളെ പഠിത്തത്തിനൊക്കെ അതൊരു ഉപകാരമാവുമായിരുന്നു. നമ്മളത് തിരിച്ചടയ്ക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് കൊറോണയൊക്കെ ആയ സമയത്തൊക്കെ അവർ കിറ്റുകളും അല്ലാതെ അസുഖമായ സമയങ്ങളിലും അവർ വന്ന് നോക്കി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ആളുകൾക്കും ഇതേപോലെ തന്നെ എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് വലിയ ലോണുകൾ എടുക്കും. അത് തവണകളായി നമുക്ക് തിരിച്ചടയ്ക്കും. അങ്ങനെയാണ് ശ്രേയസിൽ നിന്നുള്ള സഹായങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് അന്ന് ഡൽഹിയിൽ ഞാൻ പാരിശുദ്ധ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടുന്നുള്ള ശ്രേയസിൽ നിന്നും ഓരോ ആളുകൾക്കൊക്കെ സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ശ്രേയസിൽ നിന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ലോണുകളൊക്കെ എനിക്കിപ്പം എന്താവശ്യങ്ങളിലും കട തുടങ്ങുന്ന സമയങ്ങളിലാണെങ്കിലും പിന്നെ മോളുടെ പഠിത്തത്തിനും ഒക്കെ ലോണുകൾ ആ സമയങ്ങളിൽ തരുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ മോളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ കടയുടെ ആവശ്യങ്ങൾ വരുമ്പോഴും ശ്രേയസിൽ നിന്ന് തന്നെയാണ് ലോണുകൾ എടുക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് അസുഖമായി കിടന്ന സമയങ്ങളിലും ശ്രേയസുകാർ തന്നെയാണ് വന്ന് നോക്കി. ശ്രേയസുകാർ മാത്രമല്ല എല്ലാ ആളുകളും എന്നെ വന്ന് നോക്കിയിട്ടുണ്ട്. അയൽവാസികൾ അതേപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ആ കൂടെ ശ്രേയസും എന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അതിന് എല്ലാ രീതിയിലുള്ള നന്ദിയും കടപ്പാടും ശ്രേയസിനോട് പറയുകയാണ്.